ലെറ്റൂസിന്റെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആരുടെ പൊക്കം 10-200 കിലോ തൂക്കായിട്ട് വന്നേക്ക. എന്നിട്ട് കിടക്കണ കിടപ്പ് വേണ്ട. പറ്റാത്ത പണി എന്തിനാണ് ചെയ്യാൻ നിൽക്കുന്നത്? ഞാൻ എന്താ ചെയ്തേ? എന്താ ചെയ്തേന്ന് കുടി ആ കെട്ടക്കങ്ങ് ഇറങ്ങട്ടെ. കമത്തങ്ങോട്ട്. ഇപ്പൊ ഒരു ആശ്വാസം കിട്ടി. ആണല്ലേ? എന്തിനാണ് ആ പേട്ടുകാർക്കും തരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വായിലിടാൻ പോണേ? അതുകൊണ്ടല്ലേ ഈ കിടന്ന് അനുഭവിക്കണത്? അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ അനിയൻ എന്റെ അടുത്ത് വല്ല വൈരാഗ്യം ഉണ്ടോ? നീ ആണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് എന്റെ അടുത്ത്. നീ എന്നെ കരിക്കിലേറി കിട്ടാദ്യം. ഇവനിപ്പോ എനിക്ക് മുറുക്കാൻ തന്ന് കൊല്ലാൻ നോക്കി. ഇവിടെ എന്തോ നടക്കുന്നത്? എല്ലാരും കൂടെ എന്നെ കൊല്ലുവോ? നീ ഇത് പറഞ്ഞു എങ്ങോട്ടാ പോണേ? മോനെ, ക്ഷീണമൊക്കെ മാറിയോ? ഇപ്പൊ വലിയ പ്രശ്നമില്ല. അപ്പൂപ്പൻ ഉണ്ടായിരുന്നപ്പോ ഇവിടുത്തെ പറമ്പിലെ പാക്ക് വെച്ചേ മുറുക്കത്തുള്ളായിരുന്നു. അതാവുമ്പോ ചൊരുക്കത്തില്ലല്ലോ. എന്റെ അമ്മൂമ്മ ഈ ആവശ്യത്തെ പണിയൊക്കെ ചെയ്യാൻ നിൽക്കുന്നത് എന്തിനാന്നേ? ഈ ശീലമില്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഇതേപോലത്തെ ഓരോന്നൊക്കെ സംഭവിക്കണത്. പിന്നെ എനിക്ക് 100% ഉറപ്പാ ഇതിൽ ഇവന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ല. എന്റെ അനിയനുണ്ടല്ലോ, അവൻ നിർബന്ധിച്ചിട്ട് തന്നെയാണ് നീ കഴിച്ചത് അല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഇത്രയും നേരം ഞാൻ മിണ്ടാതെ കേട്ട് സഹിച്ചൊക്കെ ഇരുന്ന് ഇനി ഞാൻ ഇത് കേട്ടോണ്ടിരിക്കല്ലോ കേട്ടാ. അല്ല പിന്നെ ഈ തെണ്ടി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? എന്റെ പൊന്നമ്മൂമ്മ, സത്യം പറയല്ല, ഞാൻ നമ്മുടെ അപ്പൂപ്പൻ വെറ്റില് മേടിക്കുന്ന കട, നമ്മുടെ ബാലപ്പൂപ്പന്റെ കട, ആ കട കണ്ടപ്പോ എനിക്ക് പെട്ടെന്നൊരു നൊക്കളാച്ചി അടിച്ച് എന്റെ സമയമോശത്തിൽ ഞാൻ അവിടുന്ന് കുറച്ച് മുറുക്കാൻ മേടിച്ചു പോയി. എടാ, നീ മേടിച്ചതോ മേടിച്ച് അത് ഇവന്റെ വായിൽ കൊണ്ടു വെക്കണം എന്തിനാണെന്ന് ഞാൻ ചോദിച്ചേ. അതെ, ഇനിയിപ്പൊ ഇവനൊന്നും പറയാൻ നിൽക്കണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു. ஒரு விஷயம் நீங்க எல்லாரும் கவனிச்சீங்களா? சித்து வெத்தலைப்பாக்கு சாப்பிட்டப்போ அவனோட நாக்கு வாயெல்லாம் ரொம்ப சவந்தது. அதுக்கு அர்த்தம் என்ன தெரியுமா? அவனுக்கு ரொம்ப ஐஸ்வர்யம் இருக்குன்னு. ഐശ്വര്യം കൂടി പോയന്റെ പാക്ക് ചൊരിക്കും അവിടെ കിടന്നത്. இப்ப அவன் ஓகே ஆயிட்டான்ல, அதெல்லாம் விடுங்க. சாயங்காலம் உங்களுக்கு யாருக்கு சாப்பிட வேண்டாமா? 4 தேங்காய் தான் இங்க இருக்கு. എന്തൊരു കഷ്ടം! 4 തേങ്ങ ഇല്ല ഒരു വീട്ടിൽ. ഇനി എന്തൊരു തേങ്ങയാണ്? 4 തേങ്ങ ഉണ്ടെങ്കിൽ അത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കണം. എന്റെ കൊച്ചെ, അത് കൊട്ടത്തേങ്ങയാ, അത് അരയ്ക്കാൻ കൊള്ളത്തില്ല. അത് വാ തുറന്ന് പറയരുത് കേട്ടോ. அதுதான் நான் சொன்னேன், உனக்கு புரியல. ഈ തേങ്ങ അരയ്ക്കാതെ കറി ഉണ്ടാക്കാൻ പറ്റൂ? അല്ലച്ചോ, അത് ഇനിയിപ്പൊ തേങ്ങാ വെട്ടുകാരനെയൊക്കെ വിളിച്ചാലേ സമയത്തിനൊന്നും വരത്തൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, ജംഗ്ഷനിൽ പോയി 4 മേടിച്ചോണ്ട് വാ. എടാ, ഇതെന്തൊരു കഷ്ടമാണത്. ഈ വീട്ടിലിപ്പോ പുറത്തുനിന്ന് തേങ്ങ മേടിക്കേണ്ട അവസ്ഥയായ? ഇവിടുത്തെ പറമ്പിലൊക്കെ ഒന്ന് കറങ്ങി നടന്ന ഒരു 3-4 എണ്ണ എന്തായാലും കിട്ടും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ നേരെ പറമ്പിലോട്ട് അങ്ങ് ഇറങ്ങാം. അതാകുമ്പോ ഒരു തേങ്ങാ ഹണ്ടുമായി കുറച്ചൊന്ന് നടക്കുമ്പോൾ തന്നെ അളയന്റെ തലയുടെ പെരുപ്പങ്ങ് മാറും. അങ്ങനെയാണെങ്കിലേ ഞാനൊന്ന് ഡ്രസ്സൊക്കെ മാറ്റിട്ട് വരാം. സൂക്ഷിച്ചു പോണേ. ഡ്രസ് മാറാനാ? അല്ലടാ, പറമ്പിലോട്ട് പോകുമ്പം അവിടെ നിറയെ കാടും പടലും പിടിച്ച് കിടക്കുക. கேசு, போனாலும் சீக்கிரம் வரணும். தேங்காய் இல்லடா சமைக்கிறதுக்கு. ഡാ, സിദ്ധുവിന് ഇനി കണ്ണി കണ്ട സാധനമൊക്കെ മേടിച്ചു കൊടുത്തോണ്ടല്ലോ, ശരിയാക്കി കളഞ്ഞാനെ. എന്റെ പൊന്നളിയാ, ഇപ്പൊ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുമ്പോഴൊന്നും അല്ലായിരുന്നു പണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തിനൊക്കെയായിരുന്നു, കാണുന്ന മൊത്തം സാധനം ഉപകാരമുള്ളതായിരുന്നു. ഇപ്പൊ വള്ളിച്ചീര, വേലിച്ചീര, മൈസൂർ ചീര, ചുണ്ടക്കാന്ന് പറഞ്ഞ് വേണ്ട, കാട്ട് ചേമ്പ് തൊട്ട് അങ്ങനെ അച്ഛൻ വരെയുള്ള എല്ലാ സാധനവും ഉണ്ടായിരുന്നു. ഒന്നും നമ്മൾ നടന്നിയല്ല. പിന്നെ അത് മാത്രോ എന്തോരം ഔഷധ ചെടികളായിരുന്നു അറിയോ? കിഴാനെല്ലി, കുറുന്തോട്ടി, കയ്യുണ്ണിയം, ഇഷ്ടം പോലെ ചെടികളുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. ഇതൊക്കെ വല്ലതും അറിയോ എന്ത് സാധനന്നൊക്കെ? അങ്ങനെ എന്നെ കളിയാക്കല്ലേ ചൂസേ, നീ പറഞ്ഞ സാധനങ്ങളൊക്കെ എനിക്കും അറിയാം. ഓർമ്മ വെച്ച കാലം തൊട്ട് ഗൾഫിലാണ്, എന്നിട്ട് ഇതൊക്കെ അറിയാവുന്ന വാളെ ആളാ. സാധാരണ എന്റെ പൊന്നളിയാ പറമ്പിൽ നടക്കുമ്പോഴേ അങ്ങ് അറ്റം മുതൽ ഇങ്ങനെ അറ്റം വരെ പാളയാണ്. ഇതിപ്പോ ഒരു പാള കാണണമെങ്കിൽ എത്ര ദൂരം നടക്കണമെന്ന് അറിയൂ. കളയില്ലേ? പാള കണ്ടപ്പോഴേ ഒരാഗ്രഹം. എന്താഗ്രഹം?